ഹലോ ഫ്രണ്ട്സ്, ഇത് എറണാകുളം വൈപ്പിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ സ്പീക്കർ ചാനൽസിന് പെർ ചാനൽ 120 വാട്ട്സ് ആർഎംഎസും സബ് വൂഫർ ചാനലിന് 600 വാട്ട്സ് ആർഎംഎസും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 840 വാട്ട്സ് ആർഎംഎസ് ആണ്. മാറ്റ് ഫിനിഷോട് കൂടിയ ഫ്രണ്ട് പാനലാണ് ഈ ആംപ്ലിഫയറിന് കൊടുത്തിട്ടുള്ളത്. ജി സ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റ് വെച്ചാണ് ഈ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. 3-വേ സ്പീക്കർ ബോക്സ് കൊടുക്കാവുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബാസ്റ്റബിൾ മിഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും മാസ്റ്റർ വോളിയം, സബ് ഫ്രീക്വൻസി, സബ് വോളിയം ഇവ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ആംപ്ലിഫയറിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ പവർ ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലെഫ്റ്റ് ചാനലിനും റൈറ്റ് ചാനലിനും ഇൻഡിവിജ്വലായി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ ആംപ്ലിഫയറിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്ക് വോളിയം, മൈക്ക് എക്കോ ഇവ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൻ്റെ റിമോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സ്പീക്കർ ചാനലിനും റൈറ്റ് സ്പീക്കർ ചാനലിനും വേണ്ടി ഇൻഡിവിജ്വലായി VU മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ആംപ്ലിഫയറിലും കൊടുക്കാറുള്ളത് പോലെ സ്റ്റീരിയോ 2.1 ഓഡിയോ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഈ ആംപ്ലിഫയറിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഫ്യൂസോട് കൂടിയ കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റീരിയോ 2.1 മോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൽ ഒരു ഓക്സിലറി ഇൻപുട്ട്, ഒരു കോയാക്സിൽ ഇൻപുട്ട്, ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട്, ഒരു HDMI ARC ഇൻപുട്ട് ഇത്രയും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 2 ഓക്സിലറി ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേറൊരു ഹോം തിയേറ്ററിലോ ആംപ്ലിഫയറിലോ ഒരുമിച്ച് കേൾക്കണമെങ്കിൽ ഈ ആംപ്ലിഫയറിൻ്റെ ഓക്സിലറി ഔട്ട്പുട്ടിൽ നിന്ന് വേറൊരു ആംപ്ലിഫയറിൻ്റെ ഓക്സിലറി ഇൻപുട്ടിലേക്ക് കണക്ഷൻ കൊടുത്താൽ മതി. ഇത് ഓഡിയോ മിക്സറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. സ്പീക്കർ സോക്കറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. ഇതിൽ സബിന് വേണ്ടിയും സ്റ്റീരിയോ ചാനൽസിന് വേണ്ടിയും സെപ്പറേറ്റ് ട്രാൻസ്ഫോർമർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കപ്പാസിറ്ററുകളായി സബിന് വേണ്ടി 80 വോൾട്ട് 10,000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സ്റ്റീരിയോ ചാനൽസിന് വേണ്ടി 63 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ പവർ സപ്ലൈ യൂണിറ്റ് ആണ്. സ്റ്റീരിയോ 2.1 ഓഡിയോ സെലക്ഷന് വേണ്ടി പവർ ട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഓഡിയോ സ്വിച്ചിങ്ങിന് വേണ്ടി ഈ ബോർഡ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡായി കുമാർ ഓഡിയോസിൻ്റെ ഹൈ എൻഡ് കാറ്റഗറിയിൽ വരുന്ന സർക്യൂട്ട് ബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സബ് വൂഫറിന് വേണ്ടി മഹാരാജയുടെ 12 ട്രാൻസ്ഫർ വരുന്ന മോണോ ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 600 വാട്ട്സ് ആർഎംഎസ് ഔട്ട്പുട്ടാണ് ഈ ബോർഡിൽ നിന്നും കിട്ടുന്നത്. ഇതിൽ കൂളിങ്ങിന് വേണ്ടി 3 ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 ഫാൻ ഇന്നറായും 3ാമത്തെ ഫാൻ എക്സോസ്റ്റുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ റിമോട്ട് കിറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ജി സ്റ്റാറിൻ്റെ 2.1 റിമോട്ട് കിറ്റാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പവർ ട്രിക്കിൻ്റെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതിൽ ബാസ്റ്റബിൾ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് VI ഓഡിയോസിൻ്റെ ബാസ്റ്റബിൾ ബോർഡാണ്. ഇതിൽ സബ് ഫിൽട്ടർ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മഹാരാജയുടെ തന്നെ സബ് ഫിൽട്ടർ ബോർഡാണ്. ഇത്രയൊക്കെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം എല്ലാവരും കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും മിക്കവരും ചെയ്യുന്നത് മെസ്സേജ് അയക്കാറാണ് പതിവ്. മെസ്സേജിലൂടെ നമുക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരു ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.